ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. ഷാബാസേ എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ആദ്യമാ കേട്ടതൊന്നും കൗമാര കുതൂഹലങ്ങളല്ല. ചോര വീഴ്ത്താൻ ഉറപ്പിക്കുകയും ചോര വീഴ്ത്തുകയും ചെയ്ത ക്രിമിനൽ കൂട്ടത്തിന്റെ ഓരിയിടലുകളാണ്. 2 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മളിത് കേൾക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അവരത് ചെയ്യേണ്ടി വരുന്നത്? ഒരു കുട്ടിയും ഈ നിലയ്ക്ക് പിറന്നു വീഴുന്നവരല്ല. വളർച്ചയുടെ പല തലങ്ങളിൽ അവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് അവരോളം ഉത്തരവാദിത്തം നമുക്കുമുണ്ട്. എവിടെയെങ്കിലും പിഴച്ചുപോയെങ്കിൽ അവരും നമ്മളും തിരുത്തേണ്ടതുണ്ട്. നഞ്ചക്ക് കൊണ്ട് തലപിളർന്ന് തീരേണ്ടവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അതിന്റെ പേരിൽ എന്തിന്റെ പേരിലും ജയിലറയിൽ ഒടുങ്ങേണ്ടവരുമല്ല. ലഹരിയുടെ മേൽ, സിനിമയുടെ മേൽ, സോഷ്യൽ മീഡിയയുടെ മേൽ പഴിയിറക്കി വെക്കാൻ 1000 ഇടങ്ങളുണ്ട് നമുക്ക്. പക്ഷേ അതുകൊണ്ട് തീരുന്നതല്ല ഉത്തരവാദിത്തം. തിരുത്താണ് വഴി. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഡോക്ടർ ഫെബിൻ ബേബി, ക്രിമിനോളജിസ്റ്റ്, ശ്രീ മനു മഞ്ജിത്ത്, മനഃശാസ്ത്രജ്ഞനാണ്, അതിനോടൊപ്പം എഴുത്തുകാരനുമാണ്, ശ്രീ മധുസൂദനൻ പിള്ള, റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ, ശ്രീ ലിജീഷ് കുമാർ സൈലത്തിൽ നിന്ന്, ശ്രീമതി നിംന വിജയ്, എഴുത്തുകാരി. നിംന, എന്നെ കേൾക്കാമോ? നിംന, 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഈ കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകളൊക്കെയാണ്. അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ സമൂഹം സ്വാഭാവികമായും വരുന്ന തലമുറയുടെ മുകളിലാണ്. അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ പോലും ഡിസൈൻ ചെയ്യുന്നത്. അവിടെയാണ് ഇത്രയും വലിയൊരു ക്രിമിനൽ മെന്റാലിറ്റി വളർന്നു വരുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്നത്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ ഓഡിയോ നമ്മൾ 2 ദിവസമായി കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന കുറ്റങ്ങൾ കുഞ്ഞുങ്ങളാണ് എന്ന നിലയ്ക്ക് തന്നെ ഏറെക്കുറെ പരിഗണിക്കാൻ കഴിയുന്നതാണ്. അതിനപ്പുറത്തുമാണ് ഇത്. കൊല്ലാൻ ഉറയ്ക്കുകയും അത് ചെയ്യുകയും കൂട്ടത്തിലൊരുത്തൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ശരീരത്തെ വർണ്ണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നാണ് കരുതേണ്ടത്. സത്യത്തിൽ താമരശ്ശേരിയിലുണ്ടായ ഇൻസിഡന്റ് ന്യൂസ് കേട്ട സമയത്ത് ആദ്യം ഒരു വേദനയാണ് ഉണ്ടായത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ വാട്സപ്പ് ഓഡിയോ ക്ലിപ്പ് കേട്ട സമയത്ത് സത്യത്തിൽ ഒരു ഞെട്ടലും ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് ആണ് ഉണ്ടാവുന്നത്. കാരണം എങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഓക്കെ കൊല്ലാം വാ എന്ന് പറയാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നത്? അല്ലെങ്കിൽ ആ കൂട്ടത്തിലുണ്ടായ ഒരാൾക്ക് പോലും അത് ശരിയല്ല, അത് വേണ്ട എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരിക്കലും ഇത് ഇപ്പൊ എല്ലാവരും പറയുന്നത് പുതിയ ജനറേഷന്റെ കുഴപ്പമാണ്, പുതിയ തലമുറ മാറേണ്ടതുണ്ട്, പുതിയ തലമുറയിലാണ് ഇത്രയും ക്രൈം നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അവരുടെ തലക്കിടുന്നതിനേക്കാളും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ള ഒരു അനാലിസിസ് ആണ് വേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ മുതൽ ഡ്രഗ്സ് മുതൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതികളാണെങ്കിലും പാരന്റിങ്ങിലൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഈ ജെൻസി കിഡ് അവര് വളർന്നു വരുന്നത് അല്ലെങ്കിൽ അവർ ജനിച്ചു വീഴുന്നത് തന്നെ ഒരുപാട് സാധ്യതകളുടെ ലോകത്തേക്കാണ്. സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും മുതലുള്ള ഏറ്റവും അവർക്ക് അത്രയ്ക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് നമ്മുടെ അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് കണ്ട് അത് കൺസ്യൂം ചെയ്ത് വളരുന്ന അവരത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു, ഏത് രീതിയിൽ അവരുടെ മൈൻഡിനെ അത് ഇമ്പാക്ട് ചെയ്യണു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ പാരന്റിങ്ങിനൊക്കെ കുറ്റം പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പാരന്റിങ് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പാരന്റ്സ് ആവുന്ന ആളുകള് അവരും ആദ്യമായിട്ടാണ് പാരന്റ്സ് ആവുന്നത്. അപ്പൊ പണ്ട് അവരുടെ പാരന്റ്സ് അവരെ നോക്കിയതുപോലെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ തന്നെ നമുക്ക് നോക്കണം എന്ന് പറയാനും ഒരിക്കലും സാധിക്കില്ല. കാരണം പണ്ടത്തെ പാരന്റിങ് രീതി ഈ സമയത്ത് വർക്ക് ആവില്ല. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരു 2 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയ ഇസ് ഓൾവേസ് നോട്ട് റിയൽ എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ റീലിൽ കാണുന്ന എല്ലാം റിയൽ ആവണം എന്നില്ല. ഞാൻ എപ്പോഴും ഞാനൊരു 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കുന്ന ആളാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഒരു ഷോ ഓഫിന്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാരണം എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കാണിക്കണം, അത് കാണിച്ച് ആ ഒരു ഗ്രൂപ്പിൽ ഫിറ്റ് ഇൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. അപ്പൊ ആ ഒരു ഷോ ഓഫിന്റെ കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പോലും വാങ്ങാനും അല്ലെങ്കിൽ അത് അനുകരിക്കാനും നോക്കുമ്പോൾ നമ്മുടെ റിയാലിറ്റി അതുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ട്രിപ്സിന്റെ വീഡിയോസ് ആണെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്കും വേണം, അല്ലെങ്കിൽ ഇതാണ് ലൈഫ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ജെൻസി കിഡ്സിനെ കുറ്റം പറയുന്ന സമയത്ത് അവരെ ജീവിക്കുന്ന ഈ സൊസൈറ്റി ബിൽഡ് ചെയ്തത് ഇതിന് മുന്നേ ഉള്ള ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് കൂടി കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ സിനിമകളെ കുറ്റം പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ഈ കാലത്തെ ഈ ക്രൈം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന സിനിമകൾ ഉണ്ടാക്കി വിടുന്നത് ഈ കാലത്തെ കുട്ടികളല്ല, ഇതിന് മുന്നുള്ള ആളുകളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അവർ എടുക്കുന്ന സമയത്ത് അത് അവര് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കൊരിക്കലും തോന്നുന്നില്ല ഈ കാണുന്ന ക്രൈംസിന്റെ എല്ലാം ഉത്തരവാദിത്വം കുട്ടികളുടെ മേൽ മാത്രം നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന. ഇവിടെ ക്രൈം ചെയ്യുന്ന ആളുകൾ ഒരേ സമയം ഇന്നത്തെ സൊസൈറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ വിക്ടിംസ് കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് 100% എന്ന നിലയ്ക്ക് തന്നെ അനുകൂലിക്കാൻ വിചാരിക്കുകയാണ്. കാരണം ഇന്നലെയും ഒരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വളർന്നു വരുന്ന ഈ സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയതാണോ, അത് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ, ഞങ്ങൾ എവിടെയാണ് പോയി കളിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എത്ര സമയം അവർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ അവരെ എങ്ങനെ നോക്കിക്കാണുന്നുണ്ട്, നമ്മൾ അവരെ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിനിമയാകട്ടെ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ആവട്ടെ, എന്താണെങ്കിലും അവരിലേക്ക് പമ്പ് ചെയ്തെത്തുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർക്ക് മുന്നിലുള്ള നമ്മളാണ് ഇപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് നമ്മൾ തന്നെ വിചാരിക്കുകയും, പക്ഷേ ഈ പിള്ളേരെന്താ ഇങ്ങനെ എന്ന് കുറ്റം പറയുകയും ചെയ്യുന്ന നമ്മുടെ സൃഷ്ടികളുടെ ഒരു വലിയ ഭാഗമാണ് അവരനുഭവിക്കുകയും ചെയ്യുന്നത്. അവർ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ അവരതിനോട് പ്രതിപ്രവർത്തിക്കണം എന്നത് വാശി പിടിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് അവരോട് ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള ധാർമ്മിക അടിത്തറയെങ്കിലും ഉണ്ടാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ ഫെബിൻ, ഇത് ക്രൈമാണ് എന്നത് തിരിച്ചറിയാനും ഒരു പ്രായം വേണമല്ലോ അല്ലേ? പക്ഷെ അത് ഇപ്പം നമ്മൾ 21 വയസ്സിലാണ് ഈ പറയുന്ന പക്വത വളർന്നു വരുന്നത് എന്നതൊക്കെ സാങ്കേതികമായി പറയാമെങ്കിൽ പോലും ഇത്രയും നമ്മുടെ സമൂഹ സാഹചര്യങ്ങളോട്, നിയമത്തോട്, മറ്റു പലതിനോടും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ്. അതിലിപ്പോൾ നിന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഞാൻ തുടർച്ചയായി എല്ലാ ചർച്ചകളിലും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഒരു കൂട്ടത്തിൽ ഒരാൾക്ക് പോലും തിരുത്താൻ തോന്നാത്തത് എന്ന്. നമ്മൾ കണ്ടതാണ് കോട്ടയത്ത് ഒരു കുട്ടിയെ റാഗിങ്ങിന്റെ പേരിൽ ആവർത്തിച്ച് അവന്റെ കഴുത്ത് മുതൽ കാൽവിരൽ അറ്റം വരെ കോമ്പസ് കൊണ്ട് എണ്ണിക്കൊണ്ട് കുത്തുകയാണ്. ഒരാൾ കരയുകയാണ്, കുറെ പേർ ചിരിക്കുകയാണ്. ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്, എങ്ങനെയാണ് ഒരാൾക്ക് ഇത് വേണ്ട എന്ന് പറയാൻ തോന്നാത്തത് എന്ന്. ആ മെന്റാലിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പല കുറ്റകൃത്യങ്ങളും നമ്മൾ കണക്കാക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട നമ്മളൊരു മാറി ചിന്തിക്കേണ്ട കാലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇതിൻ്റെ അകത്തുള്ളതെന്ന് നമ്മൾ ആദ്യം ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇതിലോട്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടേതായ ഒരു റോള്, അതിൻ്റെ അകത്ത് ആ കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ കൂട്ടത്തിന് പുറത്തു പോകുക എന്നുള്ള റോളുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ ആ ഒരു റോളിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂട്ടം എന്താണോ ചെയ്യുന്നത് അത് അതിനോട് ചെയ്തേ പറ്റുള്ളൂ. പല കുട്ടികളും ആ കൂട്ടത്തിലുള്ള പല കുട്ടികൾക്കും വിയോജിപ്പുകളുണ്ടാകാം അല്ലെങ്കിൽ തിരുത്തലുകളുണ്ടാകാം. പക്ഷേ എങ്കിലും ആ കൂട്ടത്തോട് ചേർന്ന് നിൽക്കാനേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഡീഇൻഡിവിജ്വേഷൻ തിയറി എന്ന് പറയും. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ ഇത് തുടങ്ങി വെക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് എങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത്, ഈ ഒരു കൂട്ടം എങ്ങനെയാണ് ഇങ്ങനെ ഒരു തരത്തിലുള്ള അരാജകത്വം അല്ലെങ്കിൽ ഇങ്ങനെ തരത്തിലുള്ള ഒരു വയലൻസ് തുടങ്ങി വെക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞു, നമ്മൾ പൊതുസമൂഹം നമ്മൾ പല രീതിയിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പൊതുസമൂഹം മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ടായ മാറ്റങ്ങൾ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ഈ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും പഴയ ലൈഫ് സ്റ്റൈലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരാണ്. എങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ ഇടയിൽ സോഷ്യലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരിക, അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം? കുട്ടികൾക്ക് സാമൂഹ്യവൽക്കരണത്തിലുള്ള പല വ്യത്യാസങ്ങളും അവരുടെ അഗ്രഷൻ ലെവലിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്റ്റഡീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കറിയാത്തതുകൊണ്ടല്ല, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നമ്മളതിൻ്റെ കൺവീനിയൻസ് വെച്ചിട്ട് മറയ്ക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പം 2 പാരൻസ് വർക്ക് ചെയ്യുന്ന വീട്ടിലെ കുട്ടി എങ്ങനെയാണ് സോഷ്യലൈസേഷൻ? ആ വീട്ടിൽ ആ ഒരു ചുമരുകൾക്കുള്ളിൽ മാത്രമായി തീരുന്നു. അവൻ്റെ ലോകം അവൻ കണ്ടെത്തുന്നു. അവൻ്റെ ലോകത്തോട്ട് പുതിയ ആൾക്കാർ വരുമ്പം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലോട്ട് നമ്മൾ കുട്ടികൾ പോകുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലത്തിൽ തുടങ്ങി കുറച്ചുകൂടെ മാറി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു പറ്റം ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ മാത്രമല്ല ഇതുള്ളത്, ഒരു പറ്റം ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുക. ആ ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിലോട്ട് വന്നു പോകുന്ന ഒരാൾ ആ ഗ്രൂപ്പിൻ്റെ നോംസിനനുസരിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു കാലത്തേക്ക് ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഡീഇൻഡിവിജ്വേഷൻ തിയറി നമ്മൾ പറയുക. അതായത് ഒരാൾ തല്ലാൻ ധൈര്യമില്ല, പക്ഷേ ഒന്നിച്ചൊരു 10 പേരാകുമ്പം തല്ലാൻ ധൈര്യമാണ്, എക്സ്ട്രാ ധൈര്യം വരുന്നു. അല്ലെങ്കിൽ അതൊരു നമ്മൾ അറിയാതെ തന്നെ, പല ആൾക്കാർ അറിയാതെ തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ള രീതിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്.
നമുക്ക് ഈ ഒരു കേസുകൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ആ വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ ആ വാട്സപ്പ് സന്ദേശങ്ങളിൽ തന്നെ ഉള്ള ഒരു കെയർലെസ്നെസ് ഉണ്ട്. അതായത് ലോയോട് ഒരു കെയർലെസ്നെസ്, അത് എവിടുന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് സമൂഹം തന്നെയാണ് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. സമൂഹത്തിന് കാണുന്ന കാര്യങ്ങളാണ് കാരണമെന്നേ പറയാൻ പറ്റുള്ളൂ. അത് പല രീതിയിൽ കാരണങ്ങളുണ്ടാകല്ലോ. തുടക്കത്തിൽ പറഞ്ഞ പോലെ മീഡിയ കാരണമാകാറുണ്ട്. എന്തിനു പറയുന്നു, പാരൻറ്റിങ്ങിൻ്റെ കാരണമാണ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നെഗ്ലിജൻസ് ഉണ്ടാകാറുണ്ട് പാരൻസിൻ്റെ കയ്യിൽ നിന്ന്. പാരൻറ്റിങ് മോശമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ പാരൻറ്റിങ്ങിന് കൊടുക്കേണ്ട സ്ട്രെസ്സ് എത്രമാത്രം കൊടുക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. അതെ, സ്വാഭാവികമായിട്ടും ഈ വിളവെടുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിപ്പോൾ ആരാണെങ്കിലും അത്രത്തോളം എഫോർട്ട് എടുത്തും അധ്വാനിച്ചുമൊക്കെയാണ് വളർത്തുന്നത്. ഇപ്പോൾ ഈ കുട്ടികളിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുടെ തന്നെ പിതാവിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പലത് പുറത്തു വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതൊക്കെ കൂടുതൽ വിവരങ്ങളായി പുറത്തു വരട്ടെ. എന്നിരുന്നാൽ പോലും കൂട്ടം കൂടി കൊന്നാൽ കേസുണ്ടാവില്ല എന്ന നിലയ്ക്ക് ആ കുഞ്ഞുങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് വന്നത്, ആ വിവരങ്ങളൊക്കെ വരുന്നത് ഏതു നിലയ്ക്കാണ് എന്നത് നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്ത് കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസം എന്ന നിലയ്ക്ക് കാണുന്നത് എങ്കിൽ അതിന് നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ മനു മഞ്ജിത്ത്, ഇപ്പോൾ ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ കൂട്ടായ്മയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് ഫോണാണ്, അതിൽ കമ്പ്യൂട്ടർ ഗെയിമാണ് അവർ കളിക്കുകയും മറ്റും പലതും ചെയ്യുന്നത്, ഓൺലൈൻ ഗെയിം അടക്കമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ അവർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകുന്നില്ല. അതിന് പകരം മറ്റൊരാൾ ഈ ഗെയിമിലുള്ള ഒരാളായി ഇവർ മാറുകയാണ്. 3-4 മണിക്കൂർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അതിനുള്ളിലിരിക്കുമ്പോൾ അവരൊരു അതിജീവനത്തിൻ്റെ ഗെയിം കളിക്കുകയാണ്. 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്ന നിലയ്ക്കുള്ള ഗെയിമുകളാണ് ഇവരെ നയിക്കുന്നത് 3-4 മണിക്കൂർ. ഇത് ഉണ്ടാക്കുന്ന ഒരുതരം ചോദനയുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിനെ സ്വാധീനിക്കും എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ കലയുണ്ട്, കവിതയുണ്ട്, പലതുമുണ്ട്. അതിൽ സമയം ചെലവഴിക്കണമോ ഇതിൽ സമയം ചെലവഴിക്കണോ എന്നത് കുഞ്ഞുങ്ങളുടെ മാത്രം ചോയ്സായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവർക്ക് എത്രത്തോളം ആ പ്രായത്തിൽ ആ വിവേചന ബുദ്ധി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ എഴുതി തള്ളി കൊടുത്തിരിക്കുകയാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് 10-16 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എഴുതി തള്ളി കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഇതിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സിൽ നമ്മൾ ഇതിനെ 1-2 ഫാക്ടറുകളിലേക്ക് മാത്രം എണ്ണിയിട്ട് അതിൻ്റെ ഒരു കാരണം അന്വേഷിക്കുന്നതിൻ്റെ അകത്ത് എത്രത്തോളം അതിൻ്റെ ഒരു കഴമ്പുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം സ്വാധീനങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത്. നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ പൊതുവെ പരക്കെ പറയുന്നത് പോലെ തന്നെ സിനിമയുടെയും ഈ പറയുന്ന വീഡിയോ ഗെയിമുകളുടെയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ സ്വാധീനങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാരണം അത് തന്നെയാണോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ തന്നെ അതൊരു സംഭവിച്ചു കഴിഞ്ഞ ശേഷവും അവർ വ്യാകുലപ്പെടുന്നത് ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയതിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ അവർ അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നത് ഇനി നിയമത്തിൻ്റെ പഴുതുകൾ വെച്ചിട്ട്, അല്ല ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല, നമുക്ക് വേറെ ഊരിപ്പോരാ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ ഇതിനേക്കാൾ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചിന്താഗതിയാണ്, ഒരു പ്രവണതയാണത്. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഒരു ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്ന സംഗതി അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ അതെങ്ങനെ സംഭവിക്കുന്നു, അതെന്തുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെ കേൾക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളെടുത്ത് വരുന്ന ആ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാവട്ടെ, അവർക്ക് പറയാനുണ്ടാവുന്ന, അവർക്ക് ഇങ്ങനെ പറയാനൊരു വേദി അല്ലെങ്കിൽ ഒരു സാധ്യത കിട്ടുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ പോലും പലതും നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെ കേൾക്കുക എന്നുള്ളൊരു കാര്യം, എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ, ഏത് രീതിയിലാണ് അവരുടെ ചിന്തകൾ പ്രവഹിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ കേൾക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അവരെ ആകുലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക, ഒരു മാതൃക സെറ്റ് ചെയ്യുക എന്ന് പറയാം. നമ്മൾ പറയുന്നതിനേക്കാൾ അവർ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈൻ ഗെയിമുകൾ സ്വാഭാവികമായിട്ടും അറിയാം പലതും, അതിന് പറഞ്ഞ പോലെ കുറേ സ്റ്റഡീസ് അതിന് അല്ലാതെയുണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ട് ഒരു കുട്ടിക്ക് ഒരു തോക്കും ഒരു പമ്പരം വെച്ച് കൊടുത്ത ഒരു ആൺകുട്ടി ചിലപ്പോൾ ആദ്യം പോയിട്ട് എടുക്കുന്നത് ഒരു തോക്കായിരിക്കും. അപ്പം അതിനർത്ഥം അയാൾക്ക് കൊല്ലാനുള്ള പ്രേരണ ഉണ്ടെന്നല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇപ്പോൾ അത് എത്രത്തോളം മാറിയിരിക്കുന്നു, എത്രത്തോളം വന്യമാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു വേദനിക്കുന്നത് പോലും എന്താ പറയുക, അതിനപ്പുറത്തേക്ക് അവനെ ഇല്ലാതാക്കി കളയാം എന്ന് വളരെ പ്രീ പ്ലാൻ ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ അതിന്
തീർച്ചയായിട്ടും ഈ ഗെയിമുകൾക്കൊക്കെ അപ്പുറത്തേക്ക് വളരെ വലിയൊരു ഒരു സൈക്കോളജിയിൽ തന്നെ വലിയൊരു തകരാറ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ട് പറയാനുള്ളത്. ശ്രീ ലിജീഷ് കുമാർ, ഇപ്പോൾ ലിജീഷ് വളരെ വ്യക്തിപരമായി പോലും അവനോടൊപ്പം ചെലവഴിക്കുന്ന കുഞ്ഞുങ്ങളെ മക്കൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സ്വാഭാവികമായി അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ ആ നിലയ്ക്ക് കാണാൻ പറ്റുന്നതിനിടയിലാണ് നമ്മൾ വിചാരിക്കുന്ന ഇടത്തല്ല, നമ്മൾ കാണുന്നത് പോലെയല്ല. 10, 16 വയസ്സുള്ള മക്കളെ നമ്മൾ എങ്ങനെയാണ് കാണുക? അവരുടെ കൗതുകങ്ങൾ എന്താണെന്നാണ് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ശരി, ഒരു ക്രൈം ആവിഷ്കരിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. എത്ര കൊടിയ ക്രിമിനലിനാണെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുമ്പോൾ അതിനുശേഷം വന്ന ഓഡിയോകളിലൊക്കെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ, നീ ചൊറയാക്കിയത് കൊണ്ടാണ്, നിവൃത്തിയില്ലായിരുന്നു എന്നൊക്കെ, അതും പ്ലാനിന്റെ ഭാഗമാണ് എന്ന് പോലും പറയപ്പെടുന്നു. അവിടെ ഇത്രയും വലിയൊരു ഒരു ക്രൈം വർക്കൗട്ട് ചെയ്യാനും അതിനുശേഷം ഒരു മനസ്താപവും ഇല്ലാതെ ഞാനിത് നടപ്പിലാക്കിയതിൻ്റെ ഒരു ആർജവം കണ്ടോ എന്ന നിലയ്ക്ക് അതിൽ അഭിമാനപൂരിതമാകാനും കഴിയുന്ന സാഹചര്യം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് തലച്ചോറിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് കിക്കുണ്ടാക്കുന്ന ഇത്തരം സാധനങ്ങൾ ഉണ്ടാകുന്നത്. എവിടെ നിന്ന് വരുന്നു രജീഷ്? ഇത് ഈ കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? അതിൽ നേരത്തെ മനോമഞ്ജിത്ത് പറഞ്ഞ പോലെ ഒരുപാടേറെ ഫാക്ടറുകളെ നാം ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായും അതിൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു ലെയർ കിടപ്പുണ്ട്, അതിൽ അധ്യാപനത്തിൻ്റെ ഒരു ലെയർ കിടപ്പുണ്ട്. നമ്മളുടെ കുട്ടികളിരുന്ന് പഠിക്കുന്ന സ്കൂളുകൾ സുരക്ഷിതമാണോ എന്നതൊരു വലിയ പ്രശ്നമാണ്. നാം എപ്പോഴെങ്കിലും നമ്മളുടെ ക്ലാസ് മുറിയിൽ നമ്മളുടെ കുട്ടികളുടെ ഇമോഷനുകളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ? മറിച്ച് വിപണിക്കൊപ്പം മാത്രം യാന്ത്രികമായി കുതിക്കാൻ മാത്രം കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മളുടെ സിലബസും നമ്മളുടെ അധ്യാപനവും മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് മാത്രമേ നമുക്ക് കുട്ടികളിലേക്ക് വരാൻ വേണ്ടി കഴിയും. എല്ലാ കാലത്തും കുട്ടികൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ കാലത്തും കുട്ടികൾക്കിടയിൽ കളിതമാശകൾ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ ഇമോഷനുകൾ ചോർന്നു പോകുന്ന രൂപത്തിലേക്ക് കുട്ടികളെ ചേർത്തു പിടിക്കാത്ത ഒരു ലോകം, ഒരു എക്കോ സിസ്റ്റം കുട്ടിയുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിലുണ്ട്. അവിടെ നിന്നൊക്കെ കുട്ടി തൻ്റേതു മാത്രമായൊരു സ്പേസ് അന്വേഷിക്കുമ്പോഴാണ് കുട്ടിയുടെ മുമ്പിൽ ഇത്തരം വാർ ഗെയിമുകളും ഇത്തരം ഗെയിം മുറികളും ഒക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ കുട്ടിക്ക് കൂട്ടിരിക്കാൻ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നാം മാറിയിരിക്കുന്നു. അതിൽ നിന്ന് ഒറ്റ കുട്ടി മാത്രമൊക്കെയുള്ള വീടുകളാണ് നമ്മളുടെ പല വീടുകളും. ഈ വീടുകളിൽ കുട്ടി ചെലവഴിക്കുന്നത് പലപ്പോഴും അവരുടെ പാരൻസിനൊപ്പമല്ല, ഗ്രാൻഡ് പാരൻസിനൊപ്പമാണ്. വലിയൊരു ജനറേഷൻ വിടവ് കുട്ടിയുടെ രക്ഷിതാവും തമ്മിലുണ്ട്. ആരോടും സംസാരിക്കാനില്ലാതെ തൻ്റെ താല്പര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ലോകം ചുറ്റുമില്ലാതെ വരുന്ന ഒരു കുട്ടി പലപ്പോഴും ഗാഡ്ജറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമുക്ക് തെറ്റെന്ന് പറയാനാവില്ല. അങ്ങനെ കുട്ടി അനുദിനം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കുട്ടിയുടെ വീട്ടിടങ്ങളിലുണ്ട്. വീടുകളിൽ നിന്ന് കുട്ടി സ്കൂളുകളിലേക്ക് വരുമ്പോഴാവട്ടെ സംഭവിക്കുന്നത് ക്ലാസ് മുറിയിൽ, കുഞ്ഞു ക്ലാസ് മുറിയിൽ, നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ മാധുവിന് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളുടെ ഒരു സ്ഥിതി അന്വേഷിച്ചാൽ മനസ്സിലാവും. ചെറിയ ക്ലാസ് മുറി പോലും കുട്ടികളുടെ ഇമോഷനുകളെ, നേരത്തെ നമ്മൾ കവിതയെക്കുറിച്ച് പറയുന്നു, കഥയെക്കുറിച്ച് പറയുന്നു, കുട്ടികളുടെ മനസ്സിനെ കുറേ കൂടെ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതകൾ പറയുമ്പോൾ ഈ സാധ്യതകളൊന്നും അന്വേഷിക്കുന്ന സ്ഥലമല്ല പലപ്പോഴും നമ്മളുടെ സ്കൂളുകൾ. സിലബസ് തീർക്കാൻ വേണ്ടിയുള്ള വലിയ നെട്ടോട്ടമാണ് ചെറിയ ക്ലാസ്സുകളിൽ പോലും നടക്കുന്നത്. ഒന്നാമതെത്താൻ വേണ്ടിയുള്ള വലിയ മത്സരം നടക്കുന്നു. നാളിന്നോളം ഇല്ലാത്ത രീതിയിൽ അതിനുവേണ്ടി കുതിക്കാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങൾ പോലും, അത് സ്പോർട്സ് ഫെസ്റ്റിവലുകളാവട്ടെ ആർട്സ് ഫെസ്റ്റിവലുകളാവട്ടെ, എല്ലാം മത്സരമായി മാറുന്ന, എല്ലായിടത്തും ജയിക്കുക വലിയ അനിവാര്യതയായി തീരുന്ന ഒരു കുട്ടി കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ മാനസിക സംഘർഷങ്ങളെ ഒട്ടുമേ അഡ്രസ്സ് ചെയ്യാവുന്ന രൂപത്തിലല്ല ഇവിടുത്തെ ഒരു പൊതുവിടം സത്യത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ പങ്കുണ്ട്. നമ്മളുടെ മക്കളാണ് എന്ന് പോളിഷ് ചെയ്ത് പറഞ്ഞു പോകുന്നതിന് പകരം നമ്മളുടെ മക്കളാണ് എന്ന ഫീൽ നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് കുട്ടി തൊട്ടറിയുന്ന നിമിഷം മാത്രമാണ് കുട്ടി നമ്മളുടെ മുമ്പിൽ കുട്ടിയുടെ മനസ്സ് തുറന്നു വെക്കുന്നത്. കഴിഞ്ഞ 10-20 വർഷമായി ഈ പ്രായത്തിലുള്ള +1 +2 പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഞാൻ നിരന്തരമായി കാണുന്നുണ്ട്. അവരെല്ലാവരും, എനിക്കറിയാം, എൻ്റെ മുമ്പിൽ വന്നിരുന്ന അവസാനത്തെ കുട്ടിക്കും എന്നോട് പറയാൻ ഒരുപാടേറെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ആ സങ്കടങ്ങൾ മുഴുവനും
ഇന്നോളം അവർക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങളായാണ്. ഞാനിത് പറയുമ്പോൾ പോലും നമ്മുടെ ചാനൽ മുറിയിൽ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാവും. അവരെപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നത് സങ്കടങ്ങൾ മാത്രമാണ്, ആരും കേൾക്കാനില്ലാത്തതിൻ്റെ വിഷമങ്ങളാണ്. അതിൽ പലതരം വിഷമങ്ങളുണ്ട്. നാം മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്യൂസ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഒരു വഴി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ സൊസൈറ്റി യൂട്ടിലൈസ് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, വിപണിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് എറിയുന്ന ചണ്ടികളായി തീരുകയാണ് നമ്മളുടെ കുട്ടികൾ. അതുകൊണ്ട് കുട്ടി ഒരു സോഷ്യൽ പ്രൊഡക്റ്റാണ് എന്നൊരു ബോധ്യം തീർച്ചയായും ചെറിയ ക്ലാസ്സുകളിലെങ്കിലും കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുണ്ടാവുക എന്നത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെയൊക്കെ ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കുട്ടി പോകുന്ന, അല്ലെങ്കിൽ UPSCയിലേക്കോ എൻട്രൻസ് എക്സാമിനേഷനുകളിലേക്കോ കോളേജുകളിലേക്കോ ഒക്കെ കുട്ടി വഴിതിരിഞ്ഞു പോകുന്ന ഒരു പീരീഡ് കുറച്ചും കൂടെ കുട്ടി കുറേ മൂല്യബോധങ്ങളൊക്കെ ആർജിച്ചതിന് ശേഷമുള്ളൊരു പീരീഡാണ്. അതിനു മുമ്പ് ചെറിയ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ കുട്ടിയായി കാണാനും ആ കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു മിനിമം സമയം മാറ്റിവെക്കാനും നമ്മളുടെ അധ്യാപനത്തിന് കഴിയണം, നമ്മളുടെ പരീക്ഷാ രീതിക്ക് കഴിയണം, നമ്മളുടെ സിലബസിന് കഴിയണം. അതിന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു സ്പേസ് ഉണ്ടാവുക എന്നത് അനിവാര്യമാണ്. കുട്ടിയുടെ ഇമോഷനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന സ്കൂളുകളായി കേരളത്തിലെ സ്കൂളുകളെ സംസാരിച്ചപ്പോൾ തീർച്ചയായും എനിക്ക് വരാൻ കഴിയില്ല. പക്ഷെ തീർച്ചയായും ഈ ചർച്ചയിൽ ഉന്നയിക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം അതുതന്നെയാണ്. വിദ്യാർത്ഥികളാണ് ക്രൈം ചെയ്യുന്നതെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ശ്രീ മധുസൂദൻ പിള്ളൈ, ഇതിപ്പോൾ ഇന്നലെ എക്സൈസ് മിനിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ശരിയാണ്, ആ വാദം ശരി തന്നെയാണ്, അല്ലെങ്കിൽ ആ നോക്കിക്കാണൽ ശരി തന്നെയാണ്. ലഹരി വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ള ആശങ്കയ്ക്കൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ് എങ്ങനെ ലഹരിയിലേക്ക് വിദ്യാർത്ഥി എത്തുന്നു എന്നുള്ളത്. പക്ഷേ ഇത് താരതമ്യമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരിടത്ത് നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥി, മറ്റൊരിടത്ത് നിൽക്കുന്നത് ബോധ്യത്തോടെ വിപണിയുടെ മുഴുവൻ സമ്മർദ്ദത്തോടു കൂടി പണത്തിൻ്റെ വലിയ കുത്തൊഴുക്കിൻ്റെ പേരിൽ എങ്ങനെ ലാഭമുണ്ടാക്കണം, അതിനാരുടെ ചോരയോ ജീവിതമോ എറിഞ്ഞുടച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്ന നിലയ്ക്ക് ദയാരഹിതമായ വിപണിയുടെ ഇടപെടൽ. അവിടെ ആ വിപണിക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണുള്ളത്. ഓരോ കുഞ്ഞിൻ്റെയും കൈകളിലേക്ക്, ചുരുട്ടിപ്പിടിച്ച കൈകളിലേക്ക് എത്തുന്ന ലഹരിയുടെ തരികൾ, അതിനെ ചെറുക്കാനുള്ള മാനസിക ശേഷി 13, 14, 15, 16 വയസ്സുള്ള കുഞ്ഞിന് മാത്രമായിട്ടുണ്ടാകണം എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുഞ്ഞിന് കവചം ഉണ്ടാക്കേണ്ടത്, ആ കുഞ്ഞിന് ബോധ്യം ഉണ്ടാക്കേണ്ടത്, അതിനെ ചെറുക്കാനുള്ള മാനസിക ശക്തി ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഇതിൻ്റെ ആഴത്തിലുള്ള വേരുകൾ എങ്ങനെയാണ്, ഈ ശൃംഖല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പരിശോധിക്കേണ്ടതും അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? കേൾക്കാമോ അങ്ങേക്ക് ശ്രീ മധുസൂദൻ പിള്ളൈ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. കേൾക്കാം. എക്സൈസ് വകുപ്പ് ഈ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഈ പ്രശ്നം ഏകദേശം 2016 മുതൽ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങളിൽ 2016 മുതൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു. അത് പ്രധാനമായും മാധു പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് 2016 മുതൽ എടുത്ത തീരുമാനപ്രകാരം 3 തരത്തിലുള്ള ഇടപെടലാണ് എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ ചെയ്തു വരുന്നത്. അതിൽ ഒന്നാമത്തേത്, ഈ വസ്തുക്കൾ സംസ്ഥാനത്തേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. 2, സംസ്ഥാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് പിടികൂടുന്നതിനുള്ള രണ്ടാമത്തെ ശ്രമം. 3, കുട്ടികൾ ഇതിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അവരെ തടയുന്നതിനുള്ള വിമുക്തി എന്ന ബോധവൽക്കരണ പദ്ധതി. 4, ഇതിൽ ആരെങ്കിലും അകപ്പെട്ടു പോയാൽ അവരെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ. ഇങ്ങനെ 3 തരത്തിലാണ് എക്സൈസ് വകുപ്പ് ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത്. 2016 മുതൽ തന്നെ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതനുസരിച്ചാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ താരതമ്യേന ചെറിയ ഒരു വകുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളിൻ്റെ എണ്ണത്തിൽ വളരെ കുറവാണ്. ഞങ്ങൾ ഏതാണ്ട് 4000-4500 പേരാണ് എക്സൈസ് വകുപ്പിൽ ഈ ജോലി ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. പക്ഷേ അക്കാര്യം ഞങ്ങൾ മറന്നുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ മാക്സിമം കാര്യങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്.
അത് കേസിൻ്റെ എണ്ണത്തിലായാലും ശരി, മറ്റു കാര്യങ്ങളിലായാലും. ഞാൻ ഓരോന്നായിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അതിൽ ഒന്നാമത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, കേരളത്തിലേക്ക് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന മാർഗങ്ങൾ അടയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. അതിന് ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും കർശനമായ പരിശോധനയും, കടന്നു വരുന്ന വാഹനങ്ങൾ വിശേഷിച്ചും ഇന്റർ സ്റ്റേറ്റ് ബസ്സുകൾ കർശനമായി പരിശോധിക്കുകയുമാണ് അതിൽ ചെയ്യുന്ന ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്. രണ്ടാമത് ട്രെയിനുകളാണ്. ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് പോലെയുള്ള സ്റ്റേഷനുകൾ കൃത്യമായും RPF-ഉമായിട്ട് ചേർന്ന് പരിശോധിക്കുകയും എത്രയെങ്കിലും കിലോഗ്രാം കണക്കിന് കഞ്ചാവും MDMA-യും ഞങ്ങൾ പിടികൂടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അടുത്തത്. മറ്റൊന്നെന്ന് പറയുന്നത് എക്സൈസിൻ്റെ ഇന്റലിജൻസ് സംവിധാനം എല്ലാ ജില്ലയിലും യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സഹായത്താൽ മയക്കുമരുന്ന് കടത്തിലും വിൽപ്പനയിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുകയും അവരെ പിന്തുടർന്ന് തന്നെ പിടികൂടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അടുത്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷം തന്നെ എക്സൈസ് വകുപ്പ് ഏകദേശം 5000 ഗ്രാം 5 കിലോഗ്രാം ആണ് MDMA ഞങ്ങൾ പിടികൂടിയിട്ടുള്ളത്. 5000 ഗ്രാമാണ് പിടികൂടിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ കണക്കുകൾ ഞാനിവിടെ കണക്കുകളൊന്നും കൂടുതൽ പറയുന്നില്ല. എങ്കിലും ഹാഷിഷ് ഓയിൽ, മെത്താംഫെറ്റമിൻ, ചരസ്, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ പോലും കേരളത്തിൽ എക്സൈസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇത് പിടികൂടപ്പെട്ട പ്രതികൾ പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ കൃത്യമായും ഇവർ ജയിലിൽ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ട്രയൽ നടത്തി അവരെ ശിക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുകയുമാണ് അടുത്തായി ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. മൂന്നാമതായി ഞങ്ങൾ ചെയ്യുന്ന ജോലി, ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികളാണ് കേരളത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലുള്ളതെന്നാണ് ഒരു കണക്ക്. ഈ വിദ്യാർത്ഥികളെ മൊത്തം പേരെയും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളുടെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി നടന്നു പോകുന്നത്. ഓരോ സ്കൂളിലും എത്തി അവിടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. മറ്റൊന്ന്, ഈ തരത്തിലുള്ള കാര്യത്തിലേക്ക് കുട്ടികൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോർട്സിലും മറ്റ് കലാ മാധ്യമങ്ങളിലേക്കും കുട്ടികളെ തിരിക്കുന്നതിന് വിമുക്തി പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ടി ഫണ്ട് നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആശങ്കപ്പെടുന്ന കൃത്യമായ പ്രതിരോധം തീർക്കാൻ ആവശ്യമായ നടപടികളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തന്നെ വളരെ വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ദൗർലഭ്യവുമില്ല ഈ പറയുന്ന, അത് സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിൽ അങ്ങനെ, മറ്റെന്താണെങ്കിലും അങ്ങനെ, വിദ്യാർത്ഥികൾക്കോ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ നാട്ടിൽ ഇത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അത് തിരിച്ചറിയേണ്ടത്, അതറിയാൻ കഴിയാഞ്ഞിട്ടല്ല, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് എന്നത് ഏറ്റവും പ്രധാനമാണ് എന്നുകൂടി വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഒരു ഘട്ടത്തിൽ നിന്നെ പറഞ്ഞു, ഇത് ജൻസിയെ കുറ്റപ്പെടുത്തിയിട്ടോ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. വളരുന്ന സാഹചര്യവും ജീവിക്കുന്ന സാഹചര്യവും നമ്മുടെ സൃഷ്ടിയാണ് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് ഇതിൽ തിരുത്തൽ വരുത്താനും സാധിക്കുന്നത് നമുക്ക് തന്നെയാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കാമല്ലോ. അതിൽ എന്ത് കോൺട്രിബ്യൂഷൻ സാധ്യമാകും? ഇതിൽ ഏറ്റവും വലിയൊരു വിരുദ്ധത എന്ന് പറഞ്ഞാല്, നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കും തന്നെ അവരെന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ എന്താണ്, കുട്ടികളുടെ ലോകം എന്താണ് എന്ന് അത്രമാത്രം പിടിയില്ലാത്ത ആളുകളാണ്. കാരണം ഞാൻ എൻ്റെ മാമന്റെ മോൻ്റെ അടുത്ത് ഒരു ദിവസം സംസാരിച്ച സമയത്ത് അവരവന്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോൾ അവൻ പറയുന്ന ഭാഷ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അവരവിടെ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ലവ് ബോംബിങ്, കുഷനിങ്, അതേപോലെ ലൈക്ക് അവർ ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഭാഷ പോലും മനസ്സിലാവാതെ ഇവരുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പരിഹരിക്കും എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ, നമ്മളെപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും അവർ പറയുന്ന ഒരു കാര്യമുണ്ടോ, നിങ്ങൾ തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണ്, ഉപദേശമാണെന്ന്. അപ്പൊ ഉപദേശത്തിന്റെ ഒരു സ്വരം ഇല്ലാതെ അവരെ കുറച്ചുകൂടി മനസ്സിലാക്കി ശ്രമിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു സമയത്ത് ഇത് തെറ്റാണ്, ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച പോലെ അല്ല അവരിപ്പോ ചിന്തിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ പണ്ട് മുതലേ ഞാനൊക്കെ കേട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ. അപ്പൊ ഈ അടുത്ത് ഞാനൊരു ഇൻസ്റ്റഗ്രാം റീല് കാണാനുണ്ടായി. ഒരു കുട്ടി അവളെ ഇങ്ങനെ പറയാണ്, ഞാൻ ഹോസ്റ്റലിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഞാൻ ഹോസ്റ്റലിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്, എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പടക്കം പൊട്ടിക്കാം ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പടക്കമായിട്ട് പോയിട്ട് താഴെ പോയി പടക്കം വാങ്ങിയിട്ട് ഹോസ്റ്റലിലെ ടെറസിൽ ഇരുന്ന് പടക്കം പൊട്ടിക്കുകയാണ്. അപ്പൊ ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ ഇത് കണ്ട് എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ബഹളം വെക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാക്കി സെക്കൻഡ് പാർട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ
ആലോചിക്കുന്നത് ഞാനൊക്കെ പഠിച്ച സമയത്ത് സ്പീക്കറിൽ പാട്ട് വെക്കുന്നത് തന്നെ നമുക്ക് പേടിയായിരുന്നു, അത് വേറൊരാളെ ഉപദ്രവിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൈൻഡ്നെസ് എന്നുള്ള ഒരു കാര്യം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിന് വീഡിയോ ഗെയിംസ് പോലുള്ള കാര്യങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ ഒരുപാട് കുട്ടികൾ ആ ഒരു വീഡിയോ ഗെയിംസിൽ ഒരുപാട് അഡിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഇന്നിപ്പോ ഒരു പക്ഷേ ഗെയിംസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക് കൊല്ലുക എന്ന് തന്നെയാണ്. അതൊരു ദിവസത്തിൽ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം അവരുടെ പ്രശ്നമായിട്ട് കണ്ടു മാറ്റാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിലും കുറച്ചുകൂടി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിലൂടെ അതിനെ സമീപിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സിനിമ എന്തിനു അനുകരിക്കണം, സിനിമയിൽ ഉള്ള കാര്യങ്ങൾ തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വിവേകം നിങ്ങൾ ഈ കൊടുക്കുന്ന ഓഡിയൻസിനുണ്ടോ, അല്ലെങ്കിൽ ഇത് കാണുന്ന കുട്ടികൾക്കുണ്ടോ എന്ന് കൂടെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പം സിനിമയിലെ നായകനെയും വില്ലനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഡ്രഗ് വിൽക്കുന്ന ആളുകളായിരിക്കും. ഇതിൽ കുറച്ച് ഡ്രഗ് വിൽക്കുന്നവർ, അല്ലെങ്കിൽ കുറച്ചുകൂടി മാന്യമായിട്ട് വിൽക്കുന്ന ആൾക്കാർ നായകനും, അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വില്ലനും എന്നുള്ള രീതിയിൽ മാത്രമേ കാറ്റഗറൈസേഷൻ വരുന്നുള്ളൂ. അപ്പൊ അത് കണ്ട് വളരുന്ന കുട്ടി ഏത് രീതിയിലാണ് ഒരു ഹീറോയിസം കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത വേണം. അതുപോലെ നമ്മുടെ നിയമത്തില് നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ പോലീസുകാരെ ഇതൊക്കെ ഇതിലൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും കുട്ടിക്ക് കിട്ടുന്നില്ല. അവര് നമ്മുടെ സൊസൈറ്റിനെ സംരക്ഷിക്കണമെങ്കിൽ, നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ ആയുധം എടുത്ത് ഇറങ്ങണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ നായകന്മാരെ സൃഷ്ടിക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റുമായിട്ടുള്ള സെൻസറിങ്ങിന് മോണിറ്ററൈസേഷനും വിധേയമാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും വലിയ പങ്കുണ്ട്. നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പ് പോലുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ്, ഇപ്പൊ സിഗരറ്റിന്റെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. പാരന്റ്സിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്റെ കുട്ടി ചെയ്യുന്നത് എന്തും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ചീത്ത പറഞ്ഞാൽ തന്നെ എന്റെ കുട്ടീനെ എന്തിനു ചീത്ത പറഞ്ഞു എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അധ്യാപകരുണ്ട്. അപ്പൊ ഈ അടുത്തടുത്ത ഒരു കൊലപാതകം നടന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. എന്നിട്ടും മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞ ഒരു അമ്മേനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രമാത്രം കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ അടി ഉണ്ടാക്കുന്ന, വീട്ടിൽ കയ്യോകുന്ന ഒരു കുട്ടി നാട്ടിലും അത് ചെയ്യും എന്നുള്ള ഒരു ബോധം പാരന്റ്സിന് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ എന്റെ മകനെ തൽക്കാലത്തേക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനൊരു ലഹരി അഡിക്റ്റ് ആണെന്ന് പുറത്ത് പറയാതെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഭാവിയിൽ അവർക്ക് ആ കുട്ടീനെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ കുറച്ചുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഓപ്പൺ മൈൻഡോടെ കുറച്ചു കാലം സഫർ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഇത് മാറിക്കോളും എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ തെറ്റിനെ തെറ്റായിട്ട് കണ്ട് വിമർശിക്കാൻ പറ്റുന്ന രീതിയിൽ പാരന്റിങ് മാറേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ശരി, ശ്രീ മനു മഞ്ജിത്ത്, ഇപ്പോൾ നേരത്തെ നിമ്ന പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, നന്മയും തിന്മയും തമ്മിലുള്ള, വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്ന നിലയ്ക്ക്, ആ നിലയ്ക്കൊക്കെ ഉള്ള ഒരു മനോഗതി ആളുകളിൽ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിപ്പോൾ ഈ കാലത്തെ സിനിമ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഇത് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ലഹരിക്കടത്തോ ലഹരി ഉപയോഗമോ തന്നെ പ്രമേയമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ നേരത്തെ ശ്രീ മധുസൂദൻ സാറിനോട് പറഞ്ഞൊരു കാര്യമാണ്. അന്നത് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത്. ഇന്ന് നമുക്കത് വേണമെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് അത് വരാനുള്ള വഴി തുറന്നിടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സ്വാഗ്, അതേ ആസ്വാദനം, അതേ അനുഭവം നമുക്ക് ലഭ്യമാണ് എന്ന് നിരന്തരം നമ്മളോട് വിപണി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, പല വേദികളുണ്ട് നമ്മളോട് വിപണിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആ ഇടത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിനോടെല്ലാം പ്രതിരോധിച്ച് നിൽക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകളായി കാണാൻ കഴിയുമോ? അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് സിനിമയിലെ താരങ്ങളെ അനുകരിക്കുക, അവരുടെ സ്റ്റൈലുകൾ അനുകരിക്കുക, അവരുടെ സംഭാഷണങ്ങൾ അനുകരിക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള സിനിമകളിൽ ഈ പറഞ്ഞ വളരെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രമേയപരമായിട്ട് നിൽക്കുന്ന സിനിമകൾ എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വളരെ മ്യൂസിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഥാപരമായിട്ടുള്ള ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതിന് വിട്ട് വയലൻസ് എന്ന് പറയുന്ന ഒരു ഘടകം, ഒരു വയലൻസ് സിനിമ ഉണ്ടാക്കാം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു അപകടമുണ്ട് അതിനകത്ത്. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വയലൻസ് സിനിമ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നെങ്കിൽ അടുത്ത അതേ ജോണറിൽ വരുന്നൊരു സിനിമ എന്ന് പറയാൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്
നമ്മൾക്ക് എവിടെയാണ് ഇത്? കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നേരത്തെ ലഹരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര അനന്തമാണ് സാധ്യതകൾ. നമുക്ക് ഒരു ഭാഷയിലോ ഇപ്പോൾ മലയാളത്തെക്കുറിച്ച് പറയാം, മലയാളത്തിലെ സിനിമകളോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ലോകത്ത് എവിടെയും ഇറങ്ങുന്ന ഇത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സിനിമകൾ മാത്രമല്ല, അതല്ലാതെ മറ്റ് ഇൻ്റർനെറ്റ് തന്നെ നമുക്കറിയാം, അല്ലാത്ത സാധ്യതകളും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ മക്കളെ തന്നെയാണ് നമ്മളുടെ കൺട്രോളിലുള്ളത്. ലോകത്ത് വേറെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെ വരെയാണ് ആ വിവേചനം എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് എടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് അവരുടെ ബോധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ സിനിമകൾ എന്ന് പറയുമ്പോൾ എഗൈൻ വേറൊരു കാര്യം ചിന്തിക്കുന്നത്, സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തോട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു സിനിമ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അയാളെയും ചിലപ്പോൾ ഉത്തേജിപ്പിക്കുന്നുണ്ടാവും ഒരു സിനിമ എഴുതാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവനവൻ്റെ വിവേചന ബുദ്ധിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഇതിൻ്റെ അത് വേറൊരു മാർഗ്ഗമില്ല. നമുക്കത് മറ്റതിനെ നമുക്ക് തടയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ? കാരണം ഈ 13 വയസ്സോ 16 വയസ്സോ ഉള്ള കുട്ടികളോട് നമ്മൾ ഈ വിവേചന ബുദ്ധി പ്രയോഗിക്കാൻ പറയുന്നത് അതിലും വലിയ മൗഢ്യമല്ലേ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനെയാണ് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത്. അവരോട് സംസാരിച്ചിട്ട് അവരുടെ ചിന്തകൾ ഏത് രീതിയിലാണ്, അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്ന്. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവരോട് സംസാരിക്കാതെ? അപ്പോൾ അങ്ങനെ സംസാരിക്കാനും എന്തും തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവനവൻ്റെ വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത്തരം സ്വന്തം കുട്ടി ഏത് രീതിയിലാണ് അവൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, തീർച്ചയായിട്ടും അത് എന്താ പറയുക, അത് മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം പാരൻസിനുണ്ട്, അല്ലെ അധ്യാപകർക്കുണ്ട്. അതിന് വേറെ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ശരി, ഡോക്ടർ ഫെബിൻ ബേബി, ഇതിലൊരു പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതായത് നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, ഞാനൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയാം. അതായത് സാധാരണഗതിയിലൊരു വീട്ടിൽ 2 or 3 മക്കളുള്ള ഇടത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും താഴെ ഒരു ആൺകുട്ടിയും ഉണ്ട് എന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ ഇളയാൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മയും അച്ഛനും വഴക്ക് പറയും, ചേട്ടൻ കണ്ണൂരിട്ടും, പെങ്ങന്മാരുണ്ടെങ്കിൽ നല്ല ഭാഷയിൽ ചീത്ത വിളിക്കും. ഇത് നമ്മുടെ ഒരു ശീലമാണ്. ഈ കുട്ടി ഇത്തരത്തിലുള്ള ഡ്രഗ്സോ മറ്റോ എന്തോ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്കില്ല. ഈ കുട്ടിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾക്ക് പോലും മനസ്സിലാകുന്നില്ല. പെട്ടെന്നൊരു ദിവസം നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് ഒന്ന് പിടിച്ചു തള്ളുകയോ തലക്കെട്ടൊരു മേട് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കുന്നത് അന്ന് വരെ കണ്ട ആളുടെ രീതിയിലല്ല. അവിടെയാണ് ഈ കുടുംബത്തിനുള്ളിൽ പോലും ഉണ്ടാകുന്ന കൊലപാതകങ്ങളടക്കം ഉണ്ടാകുന്നത്. ആ പുതിയ ഒരാളായിട്ട്, അതായത് ഇത്രയും കാലം നമ്മൾ അറിയാതെ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള ഈ ലഹരി വസ്തുക്കൾ രൂപപ്പെടുത്തിയ മറ്റൊരു മനുഷ്യനെ നിപ്പിൽ നമുക്ക് കാണേണ്ടി വരികയാണ്. നമുക്ക് പക്ഷെ മനസ്സിലുണ്ടാവില്ല. നമ്മൾ കൂടുതൽ അങ്ങോട്ട് പ്രതികരിക്കുന്നു, ആ അക്രമം കൈവിട്ടു പോകുന്നു. ഈ സിറ്റുവേഷൻ പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലുള്ളവർക്ക് മനസ്സിലാകാത്തവരെ സംവിധാനവും പോലീസും ഇന്റലിജൻസും എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? ഇതിൻ്റെ അകത്ത് നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ മനസ്സ് നോക്കും. അതായത് ഒന്നാമത്തെ കാര്യം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ഒരു വ്യക്തി അവരുടെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ടാകുക. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് അവിടുത്തെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എന്നുള്ള കാര്യം. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അഡാപ്റ്റേഷൻസ് ഉണ്ടാകുക. നമ്മുടെ പുതുതലമുറ അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് ഒത്തിരിയധികം ഇൻഫർമേഷനുമായിട്ട് എക്സ്പോഷറുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള ഇൻഫർമേഷനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻസ് പല രീതിയിൽ, സോഷ്യൽ മീഡിയ ആകാം, അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്ന രീതിയാകാം, എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്തിനു പറയുന്നു, നമ്മൾ 21 വയസ്സ് വേണം, 18 വയസ്സ് വേണം മെച്യൂരിറ്റി എത്താനെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് അവരുടെ ആശയങ്ങളും അല്ലെങ്കിൽ അങ്ങനെ രൂപീകരണമോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി രൂപീകരിച്ചിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ അടുത്തുള്ളത്. അവരുടെ അടുത്തോട്ട് നമ്മൾ ഒരു ഉപദേശമായിട്ട് പോകുമ്പോൾ അവരൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കാൾ കൂടുതൽ ആശയങ്ങൾക്ക്
ആശയങ്ങളുള്ള ഇടത്തിലോട്ടാണ് നമ്മൾ കൊണ്ടുപോയി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതാകുന്നത്. അതായത് നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് അത് ചെയ്തത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അല്ലെങ്കിൽ നീ എന്താ പറയുക മെച്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ കുട്ടിയാണെന്നുള്ള രീതിയുണ്ട്. പക്ഷേ എങ്കിലും അവൻ്റെ ഉള്ളിലൊരു ആശയമുണ്ട്. അത് പണ്ട് നമുക്കുണ്ട്. അപ്പോൾ ആശയ രൂപീകരണമുണ്ട്. ആ രൂപീകരണത്തിരിക്കുന്നത് ഇപ്പം എന്തിനു പറയുന്നു, ഡ്രഗ്സ് തെറ്റാണെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അടുത്ത് പറയുന്നു. നമ്മൾ എന്താ പറയുക ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്നു. ഈ ക്ലാസ്സുകൾ അവരുടെ ഏറ്റവും അലോസരപ്പെടുന്നൊരു കാര്യമാണ്. അവർക്ക് ക്ലാസ്സുകളല്ല വേണ്ടത്, അവരെ അറിഞ്ഞ് അവരുടെ അടുത്ത് എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിക്ക് അവർ അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കും. പക്ഷെ അതിനുള്ള സമയം വേണം. സമയമാണ് നമുക്കില്ലാത്തത്. ഈ ഒരു വ്യക്തി ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, ഇപ്പോൾ നമ്മൾ പറയുന്നു ഡ്രഗ്സിൻ്റെയൊക്കെ അവൈലബിലിറ്റിയെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട് അവൈലബിലിറ്റി ഉണ്ടാകുന്നു? അത് സമൂഹത്തിന് അതിന് റോളില്ലേ? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം കൊണ്ട് നമുക്ക് പറ്റില്ല. സമൂഹമുണ്ട്. നമ്മൾ എന്തിനു പറയുന്നു ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. ഡ്രഗ്സിന് വേണ്ടി കുട്ടികളുടെ അവൈലബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്തുള്ള കഫേകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലെ കുട്ടികളുടെ ഇടയിലും എന്തിനു പറയുന്നു കുട്ടികളെ തന്നെ ക്യാരിയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മോഡസ് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി നമുക്ക് അറിയാവുന്നൊരു മോഡസ് ഉണ്ട്. അതായത് ഒരു മാസത്തിൽ ഒരു തവണ ഒരു കുട്ടീനെ ഉപയോഗിക്കുന്നു, പിന്നെ ആ മാസത്തിൽ ആ കുട്ടീനെ ഉപയോഗിക്കുന്നില്ല. ആ മാസം കുട്ടിക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള അത്രയും പൈസ ആ ക്യാരിയറായിട്ട് ഉപയോഗിക്കുന്നതെന്ന് കിട്ടുന്നു. ഓർത്തോണം നമ്മൾ എത്രമാത്രം, അതായത് ഒരു മാസത്തോളം ആ കുട്ടീനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്രമാത്രം കുട്ടികൾ അതിനു വേണ്ടി അവൈലബിൾ ആണെന്നുള്ള കാര്യം ഓർത്തോണം. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? വീടുകളിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വീടുകളിൽ സിബ്ലിങ്സിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം. ആ ക്രിറ്റിസിസത്തിന് വേണ്ടി ആ കുട്ടിക്ക് പ്രാപ്തരാണോ? അല്ലെങ്കിൽ ആ കുട്ടീനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനത്തെ ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണോ? പണ്ട് മുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും പേടിയുള്ള ആൾക്കാരായിട്ട് വളർന്നു വരുന്ന കുട്ടികൾ മാത്രമേ നന്നാവുള്ളൂ എന്ന്. പക്ഷേ ആ പേടിയല്ല, ആ ക്രിറ്റിസിസത്തിന് അത് തിരുത്താനും അത് അംഗീകരിക്കാനും പറ്റുന്ന ഒരു മനോഗതിയുള്ള ആൾക്കാരായിട്ടാണ് വളർന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അത് അവിടെ ട്രെയിനിങ് വേണ്ടേ? കുട്ടീനെ കുറ്റം പറയാൻ പറ്റുമോ? അതായത് കുട്ടി കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ചുറ്റിനും കണ്ടിട്ടുള്ള ആശയങ്ങളെ വെച്ചിട്ട് ആശയ രൂപീകരണം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോറിൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ നീ തെറ്റാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് പറയാം. അതായത് കുട്ടികളോട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ത്വര നമ്മുടെ കുട്ടികളുടെ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആശയ രൂപീകരണത്തിൽ നിന്നാണ് വന്നത്. അതായത് നമ്മളെക്കാളും കൂടുതൽ ആശയങ്ങൾ അവരുടെ മുന്നിലുണ്ട്, റിലേഷൻഷിപ്പുകൾ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയോട് പറയുകയാണ് ഇന്ന റിലേഷൻഷിപ്പ് തെറ്റാണ്, എന്തുകൊണ്ട് തെറ്റ്? അപ്പോൾ പറയുകയാണ് ഇന്ന കാരണം കൊണ്ട്. അല്ല, ആ പാർട്ട് മാത്രം തെറ്റാണ്, മറ്റേ പാർട്ട് ശരിയാണെന്ന് ആ കുട്ടി പറയുകയാണെങ്കിൽ അല്ല, അവൻ ആ പാർട്ട് തെറ്റായതുകൊണ്ട് തന്നെ മൊത്തം തെറ്റാണെന്ന് പറയുന്നൊരു രീതിയിലുണ്ട്. ആ ഒരു രീതി കുട്ടിക്ക് മനസ്സിലാകുകയില്ല. കുട്ടിയുടെ ആശയം അങ്ങനെയല്ല, തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയായിട്ടും കണക്കാക്കാൻ പറ്റുന്നൊരു ആശയമാണ്. ഇങ്ങനെ പറയുന്നൊരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും? അല്ല, തെറ്റാണ്, അതായത് മാതാപിതാക്കളോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരോ പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിലോട്ട് നമ്മളെ ഒരു ഇതുണ്ടാക്കി എടുക്കുകയാണ്. അതായത് നമ്മളൊരു ആശയം ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ആശയത്തിൽ നിന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, അയാളോട് പറയുകയാണ് തെറ്റാണ്. പിന്നെ അത് നമ്മൾ ആ കുട്ടീനെ ചിന്തിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടീനെ ടച്ച് ചെയ്യുകയോ ഇല്ല. അവിടെയാണ് ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ പണ്ട് മുതലുണ്ട്. ഇപ്പോൾ അവൈലബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികളുടെ ഇടയിലുണ്ട്. എന്തിനു പറയുന്നത്? സ്കൂൾ കുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുക, കോളേജ് കുട്ടികളെക്കാളും കൂടുതൽ. എന്തുകൊണ്ടാണ്? അത് ഒരു റീപ്ലേസ്മെൻറ്റ് ഓഫ് പാരൻറ്റിങ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീവറായിട്ട് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കുട്ടികൾ കണക്കാക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞു ഹീറോയിസം. കുട്ടികൾ ഹീറോയിസം അല്ലെങ്കിൽ ഹീറോ ആയിട്ട് കാണുന്നത് നെഗറ്റീവ് ബിഹേവിയറുള്ള ആൾക്കാരെയാണ്. അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ ഹീറോയിസത്തിന് ഒരു ആഡ് ഓൺ കൊടുക്കുന്ന രീതിയിലോട്ടുള്ള ചിന്താഗതിയുണ്ട്. മൂന്നാമത്തെ കാര്യം പറയാം, വയലൻസുകൾ. ഒരു ഇപ്പോഴത്തെ ഹീറോ എന്താണ്? ഒരു ചെറിയ ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്ന ആൾ ഹീറോയല്ല, പകരം അത് അടിച്ചു തീർക്കുന്ന ആളാണ് ഹീറോ. അതിന് നമുക്ക് മാധ്യമങ്ങളെ ഓൺലൈൻ ഈ മാതൃകകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങൾക്ക് ഈ മാതൃകകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ് എന്നുള്ളിടത്തൊരു തിരുത്ത് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. രജീഷ്, നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യം ഈ പറയുന്ന വിദ്യാഭ്യാസ സംവിധാനവുമായി ബന്ധപ്പെട്ട സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് സ്വാഭാവികമായും പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ലൈഫിനെ, ലോകത്തെ ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഉള്ളതൊക്കെ ആവണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ അതിലെത്രത്തോളം ക്രിയേറ്റീവായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതേ കുട്ടികൾ അവരുടെ
ഇൻ്റർവെൽ സമയങ്ങളിൽ ഫോണിലേക്ക് പോകുന്ന, നമുക്ക് ആരെ കാണുമ്പോഴാണ് സ്വാഭാവികമായും ആർദ്രത ഉണ്ടാവുക ലിജീഷ്? അത് 2 പ്രായത്തിലുള്ള മനുഷ്യരാണ്. ഒന്ന് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, മറ്റൊന്ന് വലിയ മുതിർന്ന പൗരന്മാരെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഒരു ആർദ്രത ഉണ്ടാവും നമ്മുടെ പെരുമാറ്റത്തിൽ, അല്ലേ? ഇവരിത് കാണുന്നില്ല. ഇവരൊന്ന് സമപ്രായക്കാരെ കാണുന്നു, മറ്റൊന്ന് വീട്ടിലുള്ളവരെ കാണുന്നു, ഫോണിലുള്ള കണ്ടന്റ് കാണുന്നു. കുഞ്ഞുങ്ങളും വൃദ്ധരും നമുക്കില്ലാത്തവരും, അതായത് നമ്മുടേതായിട്ടുള്ളവരല്ലാത്തവരും ഒക്കെ കാണുന്നത് പൊതുവിടങ്ങളിൽ നിന്നാണ്. ബസ് കയറി സ്കൂളിലേക്ക് പോകുന്നിടത്ത്, കളിക്കളത്തിൽ നിന്ന്, ഇവിടെയൊക്കെ നമ്മൾ ആവശ്യത്തിന് പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ള തലമുറയാണ്. ഇതൊന്നുമില്ലാത്ത ടർഫിൽ മാത്രം കളിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന ആർദ്രത ഉണ്ടാവില്ല. അവരുടെ അടുത്തേക്ക് വരുന്ന, അവരുടെ മുന്നിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന, അവരുടെ തലച്ചോറിലേക്ക് അവർ പോലും അറിയാതെ പ്ലേസ് ചെയ്യപ്പെടുന്ന കുറേ ആശയങ്ങൾ മാത്രമാണ് ഈ കുട്ടികളെ നയിക്കുന്നത്. ഇവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നേരത്തെ നിമ്ന ചോദിക്കുന്നുണ്ട്, ഇന്നലെയും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, മനുവിനത് കൃത്യമായിട്ട് ഒരു പക്ഷെ മനസ്സിലാവുകയും ചെയ്യും. അവരുടെ ഭാഷ നമുക്കറിയില്ല. അവരുടെ ഭാഷ അറിയാതെ നമ്മൾ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇതിലൊരു വലിയ പ്രശ്നം, കുട്ടി നമ്മളുടെ കുട്ടിയാണോ എന്നൊരു ചോദ്യം എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഉണ്ടാവണം എന്നുകൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നാം നമ്മളുടെ കുട്ടി എന്ന് പറയുന്ന ഫീലോടുകൂടിയല്ല നാം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല കുട്ടിയെയും പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മളുടെ വീട്ടുമുറിയിൽ നമുക്കുണ്ടായ കുട്ടി മാത്രം നമ്മളുടെ കുട്ടിയാവുകയും അല്ലാതെ നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നമ്മളുടെ ഒരു എക്കോസിസ്റ്റത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ മറ്റു കുട്ടികളായി കാണുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മളുടെ പുതിയ വീടുകളിൽ, പുതിയ സ്കൂളുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അധ്യാപകർ പലപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ക്ലാസ് മുറികളിൽ നിന്ന് ചെയ്യുന്നത്. വളരെ സേഫായി തൻ്റെ കരിയർ എങ്ങനെ അവസാനിപ്പിക്കാമെന്ന ആലോചനയാണ് പലപ്പോഴും അധ്യാപനത്തിൻ്റെ ഭാഗമായി ഉടലെടുക്കുന്നത് എന്നൊരു സങ്കടകരമായ വസ്തുതയുണ്ട്. സ്കൂളിലൊരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അധ്യാപകൻ ആദ്യം ഇന്നെടുക്കുന്ന നടപടി പിറ്റേ ദിവസം പാരൻറ്റിനെ സ്കൂളിലേക്ക് വിളിക്കുന്നു. പാരൻറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിയായി, ഒരു കുറ്റവാളിയായി കുട്ടി അവതരിപ്പിക്കുന്നു. ഈ അവതരിപ്പിക്കൽ നടക്കുന്നത് മുതിർന്ന ക്ലാസ്സുകളിലല്ല. ഈ അവതരിപ്പിക്കൽ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ നടക്കുകയാണ്. 4ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് മുതലൊക്കെ റിബലായി ഒരു റിബലിൻ്റെ പരിവേഷം കൊടുത്താണ് നാം നമ്മളുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നൊരു അപകടകരമായ വസ്തുത നമ്മളുടെ മുമ്പിലുണ്ട്. നേരത്തെ നമ്മൾ ലഹരി വസ്തുവിനെ കുറിച്ച് പറഞ്ഞു. 10ാം ക്ലാസ്സിലും +1 ഒക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളുടെ തലമുറയോ നമ്മളുടെ മുമ്പേയുള്ള തലമുറയോ ഒക്കെ കാണാതെയും ഒളിച്ചും പോയി കള്ളു കുടിക്കാൻ ശ്രമിച്ചവരും പിടിക്കപ്പെട്ടവരും അലമ്പുണ്ടാക്കിയവരും ഒക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് പുതിയ കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു വലിയ പ്രശ്നം, ഒരു കുട്ടി അങ്ങനെ ഒരു തെറ്റ് നമ്മളുടെ സ്കൂളിൽ നമ്മളുടെ കൺവെട്ടത്ത് ചെയ്താൽ അവൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്ന് തൻ്റെ പാരൻ്റ് ഇത് അറിയരുത് എന്നാവും. സ്വാഭാവികമായും അവൻ സ്കൂളിൽ പറയുന്നു, എനിക്ക് തെറ്റുപറ്റി, ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല, എൻ്റെ രക്ഷിതാവ് ഇത് അറിയരുത്. അപ്പോഴും നാം പെരുമാറുന്നത് നമ്മളെ എങ്ങനെ സേഫാക്കാം എന്ന ആലോചനയോടുകൂടിയാണ്. നാം അയാളെ അവതരിപ്പിക്കുന്നത് ഒരു കള്ളുകുടിയനായി, ഒരു ലഹരി ഉപയോഗിക്കുന്നയാളായി നാം അയാളെ ഒരു രക്ഷിതാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതോടുകൂടെ അവന്റെ പേടി അന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. വേറൊരു വലിയ പ്രശ്നമില്ലേ, 24 മണിക്കൂറും ഇല്ല, അധ്യാപകർ വിദ്യാർത്ഥിക്ക് ചുറ്റുമില്ല. ഈ പറയുന്ന സ്കൂൾ ടൈമിൽ മറ്റ് ക്ലാസ്സുകളിൽ അധ്യാപനത്തിന് പോകുന്ന സമയത്തിനിടയിലൊക്കെ കിട്ടുന്ന കുറച്ച് സമയമാണല്ലോ. ഇതിനപ്പുറത്തുള്ള ലോകത്ത് നാളെ ഈ കുട്ടി എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചാൽ ഇതേ മാതാപിതാക്കളും ഇതേ സമൂഹവും ഇതേ മാധ്യമങ്ങളും ആ അധ്യാപകരോട് ചോദിക്കില്ലേ, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ അറിയിച്ചോ, മാതാപിതാക്കളെ അറിയിച്ചോ എന്ന് ചോദിക്കില്ലേ? അല്ല, തിരുത്തലൊരു വലിയ പ്രക്രിയയാണ് മാധു. ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ ഒരു പീരീഡിൽ നിന്ന് അടുത്ത പീരീഡിലേക്ക് പോകുന്ന അധ്യാപകരും ഇതേപോലുള്ള ക്ലാസ് മുറികളും ഒക്കെയാണ് നാം പഠിച്ച ക്ലാസ് മുറികളും നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നതും നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. അപ്പോഴൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും നമ്മളെ ഉപദേശിക്കാനും കുറെ കൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറാനും തയ്യാറായിരുന്ന ഒരു പൊതുവിടം സ്കൂളിലായാലും പുറത്തായാലും കുട്ടിയുടെ ചുറ്റും ഉണ്ടായിരുന്നു. ആ ഇടങ്ങളെല്ലാം സ്കൂളിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഇടങ്ങളൊക്കെ അപ്രത്യക്ഷമാണ്. കുട്ടികൾ ഗ്യാദർ ചെയ്യുന്ന സ്പേസുകൾ ഒന്നുകിൽ കുട്ടികൾ ജിമ്മുകളിൽ ഗ്യാദർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ, മത്സരങ്ങൾ പോലും ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. ക്രിക്കറ്റ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു, ഫുട്ബോൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു, മ്യൂസിക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. സോ നിരന്തരമായി ട്രെയിൻ ചെയ്ത്
വളരുന്ന കുട്ടികൾ. അവർക്ക് അവരുടെ സന്തോഷത്തെ, അവരുടെ ഉല്ലാസത്തെ, അവരുടെ ഉള്ളിൽ അവർ പുറത്തേക്ക് കെട്ടഴിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന നിരവധിയായ പലതിനെയും കെട്ടടിച്ച് വിടാൻ കഴിയാത്ത വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ നമ്മളുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഫ്രസ്ട്രേഷനോട് കൂടിയാണ്, ഒരു ബോംബിൻ്റെ പരുവത്തിലാണ് നമ്മളുടെ വീട്ടുമുറിയിലെ കുട്ടിയുള്ളത്. ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ ഒരിക്കലും കാണുന്നേയില്ല. പലപ്പോഴും വീടുകളിൽ പോലും ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ കണ്ടല്ല ഈ കുട്ടികൾ വളരുന്നത്. മാതാപിതാക്കൾ തമ്മിലുള്ള നിരന്തരമായ തർക്കങ്ങൾ കണ്ട്, അവർക്കിടയിലുള്ള ഇമോഷണൽ ഇംബാലൻസുകൾ കണ്ട് മുതിർന്നവർ വീടുകളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലും പലപ്പോഴും കുട്ടികൾ നന്നാവണമെന്ന വിചാരത്തോടു കൂടി ആയിരിക്കില്ല. അവരുടെ ഫ്രസ്ട്രേഷൻ കുട്ടികളുടെ മേൽ തീർക്കുന്ന ഒക്കെ രീതിയിലേക്ക് നാം മാറിപ്പോകുന്നുണ്ട്. സോ നമ്മളുടെ കുടുംബ ബന്ധത്തിൽ, നമ്മളുടെ പൊതുവിടത്തിൽ, നമ്മളുടെ സ്കൂളുകളിൽ ഒരിടങ്ങളിലും കുട്ടി പരിഗണിക്കപ്പെടുന്നേയില്ല. നേരത്തെ നമ്മൾ മാതുലഹരിയെക്കുറിച്ച് പറയുന്നു, കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്ന ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന മുതിർന്നവരുടെ ഒരു ലോകം കുട്ടിയുടെ ചുറ്റുമുണ്ട്. മുതിർന്നവരാണ് കുട്ടികളുടെ കയ്യിലേക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നത്. മുതിർന്നവരാണ് കുട്ടികളുടെ കയ്യിലേക്ക് അവരെ തല്ലാനുള്ള വാളും വടിയും ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സോ മുതിർന്നവർ കുട്ടിയെ കലാപത്തിന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലഹരിയുടെ രൂപത്തിലായാലും, അത് ഇത്തരം അപകടകരമായ പ്രവണതകളുടെ രൂപത്തിലായാലും ഒക്കെ അപകടകാരിയായ മുതിർന്നവരുടെ ഒരു ലോകം തീർച്ചയായും ചുറ്റുമുണ്ട്. ആ ലോകമാണ് ഇവിടുത്തെ നിയമ സംവിധാനം കൊണ്ട് പരിഷ്കരിക്കപ്പെടുന്നത്. അങ്ങനെ പരിഷ്കരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാവുകയുള്ളൂ. 15ഉം 16ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ അപകടകാരിയാണ് എന്ന് 1% പോലും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ആ കുഞ്ഞുങ്ങൾ ഒട്ടുമേ അപകടകാരിയായി തോന്നുന്നില്ല. ഇപ്പോഴും നമ്മളുടെ ക്ലാസ് മുറിയിലിരിക്കുന്ന നാം അപകടകാരി എന്ന് വിശേഷിപ്പിക്കുന്ന കുഞ്ഞിനെ ഇവിടുത്തെ മുഖ്യധാരയോട് ചേർത്ത് നിർത്താനുള്ള സാധ്യതയും സമയവും നമ്മളുടെ മുമ്പിലുണ്ട്. കുട്ടി അതിന് തയ്യാറാണ്. നാം അതിന് തയ്യാറാണോ? നമ്മുടെ നിയമവും നമ്മളുടെ കരിക്കുലവും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ സമൂഹ മനസാക്ഷിയും ഒക്കെ അതിന് തയ്യാറാണോ എന്ന ചോദ്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശരി, ശ്രീ മധുസൂദൻ പിള്ളൈ, ഇതിപ്പോൾ എക്സൈസ് വകുപ്പ് ധാരാളം നടപടികൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ റെയ്ഡ് ഉണ്ടാവുകയും പലയിടങ്ങളിൽ നിന്നും വലിയ തോതിൽ ഈ മയക്കുമരുന്നിന്റെ ഗണത്തിൽപ്പെട്ട സാധനങ്ങൾ അമ്പാൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം വിപണിയെ ഉദ്ദേശിച്ചുള്ള ഇടപെടലുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നടപടികൾ ആവശ്യമുണ്ട്. ഇനി സംസാരിച്ചെങ്കിൽ സംസാരിച്ച്, അല്ലാതെയെങ്കിൽ അല്ലാതെ. വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ ഉള്ള സാഹചര്യം, ആളുകളോട് സംസാരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ, കൂട്ടുകാർക്കിടയിൽ ഇത് വ്യാപിക്കുന്നുണ്ടെങ്കിൽ, അതിലേക്ക് ചെല്ലാത്തത് കൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഇത് പുറത്തു പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാകുമോ എന്ന് പേടിയുണ്ടാവുകയില്ല. ഇങ്ങനെ പലതരം സമ്മർദ്ദങ്ങളുണ്ട്. അത് കേൾക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനുമുള്ള ഇടപെടലുകൾ കൂടി വേണമെന്ന് തോന്നുന്നു. കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. എക്സൈസ് വകുപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ചെറുതായി സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ മാധു പറയുകയുണ്ടായി, ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും മെറ്റീരിയൽസ് കിട്ടും എന്നൊരു കാരണം പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആധുനികീകരണം നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ മൊബൈലിലായാലും നമ്മുടെ ടി വിയിലായാലും മറ്റ് സാധനങ്ങളിലായാലും എല്ലാം ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ എല്ലാം കയ്യിൽ ഇന്ന് ടച്ച് ഉള്ള ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഫോൺ കയ്യിലുണ്ട് കുട്ടികളുടെ കയ്യിൽ. ഈ ഫോണൊന്ന് പരിശോധിക്കുന്നതിനോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനോ പോലും ഒരു മാർഗവും നമുക്കിവിടെ ഇല്ല. കുട്ടിയുടെ ഫോൺ കയ്യിൽ നിന്ന് വാങ്ങിയ രക്ഷകർത്താവ് വാങ്ങിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പരീക്ഷയാണ്, നീ ഫോൺ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സായി അവിടെ വർക്ക് ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പം നമുക്ക് എന്ത് സാധനവും ഓൺലൈനിൽ വാങ്ങാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഓൺലൈനിൽ എന്ത് സാധനവും വാങ്ങാം. കഴിഞ്ഞ ദിവസം 3 ദിവസത്തിന് മുമ്പ് നമ്മൾ 1 കോടി രൂപയുടെ കഞ്ചാവ് പിടികൂടിയത് ഓൺലൈൻ വഴി വന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് എക്സൈസും പോലീസും ഇതിനിടയിലാണ് നമ്മൾ ഇതിനെ പിടികൂടുകയും അവരെ ജയിലിലാക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന രാസലഹരി എന്ന് പറയുന്ന MDMA എന്ന് പറയുന്ന 1/2 ഗ്രാം കൈവശം വയ്ക്കുന്ന ആളിന് ജയിൽ ശിക്ഷ ഉറപ്പാണ്, റിമാൻഡ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക, അത് കണ്ടെത്തുക, അതിനെ ശിക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശരി നമ്മൾ എഫോർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്
ഈ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം അടക്കമുള്ളവ കൂടുതലാണ് എന്ന് പല പഠനങ്ങളും അഭിപ്രായങ്ങളും സ്വയം ബോധ്യങ്ങളും നമുക്കുള്ളപ്പോൾ അവരിലേക്ക് മറ്റൊരു തരത്തിൽ കുറച്ചുകൂടി കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇടപെടണമോ അങ്ങനെ ഇടപെട്ട് അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം കൂടി വേണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ അക്കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഓരോ മെഡിക്കൽ കോളേജിലും ഉൾപ്പെടെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ചുമതല കൊടുത്തിട്ടുണ്ട്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ എല്ലാ ആഴ്ചയിലും ആ സ്ഥാപനത്തിൽ ചെല്ലുകയും കുട്ടികളുമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്, 14405 എന്നൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഈ ഉദ്യോഗസ്ഥൻ അവിടെ ചുമതലയാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ മൊത്തം വിദ്യാലയങ്ങളിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എക്സൈസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ചാർജ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു നെറ്റ്വർക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു 40-45 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെ എങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശൃംഖല കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി നിമ്ന, ഇതിപ്പോ നമുക്കൊരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മളെ തേടിയെത്തുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ പ്രായത്തിൽ നമ്മൾ ഫോൺ ഒരു കാര്യത്തിന് ഒരാളെ വിളിക്കാനോ ഒരാൾക്കൊരു മെസ്സേജ് അയക്കാനോ ഒരു കാര്യം സെർച്ച് ചെയ്യാനോ ഒരു റിപ്ലൈ ചെയ്യാനോ എടുത്താൽ നമ്മളത് താഴെ വെക്കാൻ മിനിമം 40 മിനിറ്റ് 1 മണിക്കൂർ എന്ന നിലയ്ക്കാണ്. നമ്മളുടെ തെരഞ്ഞെടുപ്പല്ല നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നത് പ്രധാനമാണ്. ഇതിൽ എന്തെടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ അതിൽ വയലൻസ് ഉള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും, അതിൽ സ്ത്രീകളെ പറ്റി മോശമായി ചിത്രീകരിക്കുന്ന കണ്ടന്റ് ഉണ്ടായിരിക്കാം, പലതുണ്ടായിരിക്കാം. ഈ പറയുന്ന ലഹരി സ്വാധീനിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന ആഘോഷങ്ങളിലേക്ക്, അതായത് ക്രൈമിനെ ആഘോഷമായി കാണുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കാം. ഇതിൽ നിന്ന് എന്തെടുക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ബൗദ്ധിക ശേഷി വിനിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം മുന്നിലുണ്ടോ? ഇപ്പോൾ നിമ്ന തന്നെ ഈ പറയുന്ന പുസ്തകങ്ങളുടെ ഭാഗമായി സാഹിത്യ സദസ്സുകളുടെ ഭാഗമായി ഒക്കെ സംവദിക്കാറുണ്ടല്ലോ പല ആളുകളുമായിട്ടും. ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ ശരിക്കും കുട്ടികൾ? കുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു AI വെച്ചിട്ടാണ്, ഒരു ആൽഗോ വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയ വർക്ക് ആവുന്നത്. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റും പിന്നെ പ്രൊമോഷൻ മെറ്റീരിയൽസ് ആണ് നമുക്ക് മുന്നിൽ വരുന്നത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇതിൽ എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറെ ഒരു ട്രെൻഡ് ബേസ്ഡ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. ഇപ്പൊ 1 മിനിറ്റ് റീലില് വൈറലാവുക അല്ലെങ്കിൽ 1 മിനിറ്റ് റീലില് എന്തെങ്കിലുമൊക്കെ കാണിക്കുക, എന്തെങ്കിലുമൊക്കെ നേടുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെയുള്ള കണ്ടന്റ് വരുന്ന സമയത്ത് ഞാനൊന്നും ആയില്ല, ഞാനൊന്നും നേടിയില്ല എന്നുള്ള ഒരു കാര്യം കുട്ടികൾക്ക് പൊതുവെ ആ ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു കാര്യം നേടണമെങ്കിൽ ഒരു കുറെ വർഷങ്ങൾ അധ്വാനിച്ച ഒരു കാര്യം നേടുന്നതിന് പകരം എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് പോലെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ് സക്സസ്. ഈ രീതിയിൽ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് മാറുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിന് നമുക്ക് ഒരിക്കലും ഒരു ഫിൽറ്റർ ചെയ്തിട്ട് ഇന്ന കാര്യം മാത്രം കുട്ടികൾ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം ഇതുവരെ ഇല്ല. അതേപോലെ തന്നെ ഈ സൈബർ ക്രൈംസിന്റെ എത്രമാത്രം ശക്തമാണ് അതിന്റെ നിയമങ്ങൾ എന്നുള്ള ഒരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത എൻ്റെ ഒരു ഫ്രണ്ട്, ആളൊരു എഴുത്തുകാരനാണ്, ആളുടെ പോസ്റ്റിന്റെ ആളെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്ത ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് വീട്ടിലെത്തി നോക്കുമ്പോൾ ആ കുട്ടിക്ക് വെറും പ്രായം ഒരു 13-14 വയസ്സാണ്. അപ്പൊ ഒരു 13-14 വയസ്സ് വരുന്ന ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയയുടെ പിറകിൽ നിന്നുകൊണ്ട് എന്തും പറയാം എന്നൊരു ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നത് ഇത് എക്സിസ്റ്റ് ചെയ്യാത്തൊരു വേൾഡ് ആണ് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ്. അവിടെ എന്ത് പറഞ്ഞാലും അവിടെ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ചിന്ത കൂടി ഉള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഏജ് വരെ മാത്രമേ നമുക്ക് കുട്ടികളൊക്കെ പാരന്റ്സ് ആണെങ്കിലും പറഞ്ഞിട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ പോസ്റ്റ് കോവിഡിനൊക്കെ ശേഷം ഇപ്പോ ഫോൺ വേണം എന്നുള്ളത്, പഠിക്കാൻ ഫോൺ വേണം എന്നാണ് കുട്ടികൾ പറയുന്നത്. അല്ലാതെ അത് അവർ എന്തിനു യൂസ് ചെയ്തു എന്നുള്ളത് ഡിഫറെന്റ് കോട്ടാണ്. പഠിക്കാൻ ഫോൺ വേണം എന്ന് പറയുമ്പോൾ ആ ഫോൺ കുട്ടികൾക്കുള്ളിൽ എത്തിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥരാവുകയാണ്. അപ്പൊ രക്ഷിതാക്കൾ ഇത് മോണിറ്റർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഫോണിന് സൗണ്ട് മ്യൂട്ടായി പോയാൽ അത് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകന് ഫോണിനെ കുറിച്ച് എല്ലാം അറിയാം എന്ന് പറയുന്ന രക്ഷിതാക്കൾ നമുക്കുണ്ട്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് എത്ര ബോധമില്ലാത്ത കാലത്തോളം കാലം അത് വളരെ രീതിയിൽ അവരെ മിസ്യൂസ് ചെയ്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് എന്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട്. ഒരു ഏജ് വരെ പാരന്റ്സിന്റെ മാറി വരുന്ന പാരന്റിങ്ങിനെ കുറിച്ച് പാരന്റ്സിനും ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിൽ നമ്മുടെ സിസ്റ്റം മാറണം. അതേപോലുള്ള ഈ സൈബർ ക്രൈമുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു
ഫിൽറ്ററിങ് നമ്മുടെ കണ്ടന്റ്സിലും കൊണ്ടുവരാൻ സാധിക്കണം. അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 500 ഫോളോവേഴ്സ് ആയിരിക്കട്ടെ, ഒരു 600 ഫോളോവേഴ്സ് ഉള്ള ആളുകളായിക്കോട്ടെ, 1 മില്യൺ ഉള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾ സൊസൈറ്റിയിലോട്ട് ഇറക്കി വിടുന്ന കണ്ടന്റുകൾക്ക് നമുക്കൊരു സോഷ്യലി ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ചിന്തിക്കേണ്ട ഒരു സമയമുണ്ട്. കൂട്ടുത്തരവാദിത്വത്തോടെ മാത്രം തിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയാണ്, ഒരു അധ്യാപകൻ പങ്കുവെച്ച അനുഭവമാണ്. മുതിർന്ന ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളെ തല്ലാൻ അതേ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിക്ക് 500 രൂപയുടെ വീതം കൊട്ടേഷൻ കൊടുത്ത ഹൈസ്കൂൾ വിദ്യാർത്ഥികളുള്ള കാലമാണ് ഇത് എന്നുള്ളത്. അവിടെ തികഞ്ഞ ജാഗ്രതയും സ്നേഹവും മനസ്സിലാക്കാനുള്ള ശേഷിയും മാത്രം വിനിയോഗിച്ച് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് തോന്നുന്നു. അതിൽ പരിശ്രമം ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.